ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെഫ്റ്റ് ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് യുടെ വാഹനങ്ങളുടെ MOT എങ്ങനെയാണ് ഓൺലൈൻ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. MOT എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കേഷനാണ്. 1 year വാലിഡിറ്റി ആണുള്ളത്. ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് MOT പാസ്സാണെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം റോഡിൽ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ടെസ്റ്റിംഗ് ടൈമിൽ വാഹനത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, മേജർ ആൻഡ് മൈനർ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് ആ MOTയുടെ പേപ്പറിൽ കാണും. അതുപോലെ തന്നെ നമുക്കത് ഓൺലൈനിലും അവൈലബിൾ ആയിട്ടുണ്ടാവും. നമ്മളിപ്പം വേറൊരാളുടെ ഇന്ന് വാഹനം വാങ്ങാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ആ MOT ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം മേജർ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാസ്സാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ല, പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ മേജർ പ്രോബ്ലംസ് ഇന്ന കാര്യങ്ങളുണ്ടാവുമെന്ന് അതിനകത്ത് കാണിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ MOT ടൈം പാസ്സാവത്തുള്ളൂ. അതുപോലെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് MOT ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിളിൽ നമുക്ക് MOT ഹിസ്റ്ററി ചെക്ക് അല്ലെങ്കിൽ MOT ചെക്ക് UK എന്ന് സെർച്ച് ചെയ്താൽ വരുന്ന റിസൾട്ടിൽ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ട് വരുന്ന ഫസ്റ്റ് ലിങ്ക് തന്നെ നമുക്ക് ഗവൺമെൻറ് ഓഫ് UKയുടെ ചെക്ക് ദ MOT ഹിസ്റ്ററി ഓഫ് എ വെഹിക്കിൾ എന്നാണ് കാണിക്കുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. സൈറ്റിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റാർട്ട് നൗ എന്നൊരു ബട്ടൺ കാണാം. ചെക്ക് വെഹിക്കിൾസ് MOT ഹിസ്റ്ററി, അതിൻ്റെ താഴെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരുന്നതായിരിക്കും. വാട്ട്സ് രജിസ്ട്രേഷൻ നമ്പർ, അവിടെ നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലെ നമ്പറാണ്, അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് താഴെയായി കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തൊരു പേജിലേക്ക് വരും. അവിടെ നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഏത് വണ്ടിയാണ്, ഹോണ്ട സിവിക്, അതുപോലെ അതിൻ്റെ കളറ്, പെട്രോളാണോ ഡീസലാണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടാവും. രജിസ്ട്രേഷൻ എന്നാണ് എന്നുള്ള ഇയർ അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. MOT വാലിഡ് എന്നുവരെയാണ് ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ MOT November 4th 2024 വരെയാണ് ഇതിൻ്റെ MOT വാലിഡായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറിനനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്നുവരെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് MOT ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ലാസ്റ്റ് MOT പാസ്സായിരിക്കുന്നത് 30 October 2023 പാസ്സായിരിക്കുന്നത്. എൻ്റെ മൈലേജ്, MOT ടെസ്റ്റ് നമ്പർ, എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനർ ഡിഫക്ട്സ് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഡ്വൈസ് എന്തൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുള്ളതൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഫെയിലായിട്ടുണ്ടെങ്കിൽ മേജർ ഡിഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അത് പാസ്സാവുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് MOT ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് വാഹനത്തിന് എന്തെല്ലാം ഫോൾട്ടുകൾ വന്നിട്ടുണ്ട്, അതുപോലെ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള അഡ്വൈസ് നമുക്ക് ഈ MOTക്കകത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.